പ്രൈസ് ദി ലോർഡ്. ജീവിതം ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പം ചിലപ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ടാകും, എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന്. ചില കാര്യങ്ങൾ നടന്നതിൻ്റെ അർത്ഥം പോലും നമുക്ക് മനസ്സിലാവത്തില്ല. ചിലപ്പം വന്ന് നിൽക്കുമ്പോഴത്തേക്ക് നമ്മൾ വിചാരിക്കും ഇനി ഒരു പോയിന്റ് എത്തി, ഒരടി പോലും മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല, എല്ലാം തീർന്നു എന്ന് വിചാരിക്കുന്ന ചില പോയിന്റ്സ് ഉണ്ടാകാം ജീവിതത്തിൽ. ചിലപ്പോൾ ജീവിതത്തിൻ്റെ അർത്ഥം തന്നെ നമുക്ക് മനസ്സിലാകാതെ നിൽക്കുമ്പം ദൈവവചനം നമുക്കൊരു ആശ്വാസം തരുന്നുണ്ട്. ഇന്ന് അങ്ങനത്തെ ഒരു വേദഭാഗമാണ് നമുക്ക് വായിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇരമ്യാ പ്രവാചകൻ്റെ പുസ്തകം 18-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ഒരുമിച്ച് വായിക്കാം. ഇരമ്യാ പ്രവാചകൻ്റെ പുസ്തകം 18-ന്റെ 1 മുതൽ 6 വരെ. യഹോവയെങ്കിൽ നിന്ന് ഇരമ്യാവിനുണ്ടായ അരുളപ്പാട് എന്തെന്നാൽ, നീ എഴുന്നേറ്റ് കുശവൻ്റെ വീട്ടിലേക്ക് ചെല്ലുക. അവിടെ വെച്ച് ഞാൻ നിന്നെ എൻ്റെ വചനങ്ങളെ കേൾപ്പിക്കും. അങ്ങനെ ഞാൻ കുശവൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവൻ ചക്രത്തിന്മേൽ വേല ചെയ്തുകൊണ്ടിരുന്നു. കുശവൻ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രം അവൻ്റെ കയ്യിൽ ചീത്തയായിപ്പോയി. എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു. അപ്പോൾ യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, ഇസ്രായേൽ ഗൃഹമേ, ഈ കുശവൻ ചെയ്തതുപോലെ എനിക്ക് നിങ്ങളോട് ചെയ്യുവാൻ കഴിയുകയില്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇസ്രായേൽ ഗൃഹമേ, കളിമണ്ണ് കുശവൻ്റെ കയ്യിലിരിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കയ്യിലിരിക്കുന്നു. ലാസ്റ്റ് ഭാഗം നമുക്ക് ഒരുമിച്ച് വായിക്കാം. കളിമണ്ണ് കുശവൻ്റെ കയ്യിലിരിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്നു. ഇരമ്യാ പ്രവാചകന് മറ്റൊരു പേരിലും അറിയപ്പെടാറുണ്ട്, ദ വീപ്പിംഗ് പ്രോഫറ്റ്, കരയുന്ന പ്രവാചകൻ എന്ന് ഈ പ്രവാചകനെ അറിയപ്പെടുന്നത്. അദ്ദേഹം കരഞ്ഞുകൊണ്ട് പ്രവചിക്കാനുണ്ടായ കാരണം അദ്ദേഹം പ്രവചിച്ച ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയായിരുന്നു. യഹൂദ ജനം കർത്താവിൽ നിന്ന്, യഹോവയായ ദൈവത്തിൽ നിന്ന് ഏറ്റവും അകന്നുപോയ ഒരു കാലഘട്ടത്തിൽ അവർക്ക് ഒരു ദുരന്തമുണ്ടാകുന്നുണ്ട്. ബാബിലോണിയർ ഇവരെ വന്ന് ആക്രമിച്ച് യുദ്ധം ചെയ്ത് ഇവരെ കീഴ്പ്പെടുത്തുകയാണ്. പടിപടിയായിട്ടാണ് ഇത് നടക്കുന്നത്. അതായത് അവരൊന്നുമില്ലാതാകുന്ന പോലത്തെ ഒരു അവസ്ഥയിലേക്ക് വരികയാണ്. ഇത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇരമ്യാ പ്രവാചകൻ പ്രവചിച്ചു തുടങ്ങിയായിരുന്നു. ഈ യുദ്ധം നടക്കുന്ന സമയത്തും ഇദ്ദേഹം പ്രവചിക്കുന്നുണ്ട്. അവസാനം ഇവർ അടിമകളായിട്ട് ബാബിലോണിലോട്ട് പോകുമ്പം അവർക്ക് രാജ്യമൊന്നുമില്ലാതായി തീരുമ്പോഴും അദ്ദേഹം പ്രവചിച്ചു കൊണ്ടിരുന്ന ഒരു പ്രവാചകനാണ് ഇരമ്യാ പ്രവാചകൻ. ഇതിൻ്റെ ഒരു മധ്യഭാഗത്തായിട്ടുള്ള ഒരു സമയത്ത് ഇരമ്യാ പ്രവാചകൻ ഉണ്ടായ ഒരു അനുഭവമാണ് നമ്മൾ ഈ വായിക്കുന്നത്. അപ്പം ഇരമ്യാ പ്രവാചകൻ എന്ന് പറയുന്നതും അദ്ദേഹം ഒരു യഹൂദനാണ്. ആ ജനതയോട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ നാട്ടിലാണ് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മനസ്സിലും മറ്റുള്ളവരുടെ മനസ്സിലും എല്ലാം ഈ ഒരു ക്വസ്റ്റൻ ഉണ്ടായിരിക്കും, എന്തുകൊണ്ടാണ് ഞങ്ങൾക്കിത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്ന്. അപ്പം ഇത് മനസ്സിലാക്കി കൊടുക്കുവാനായിട്ട്, എന്തുകൊണ്ടാണ് അത്രയും ഒരു ദുരന്തത്തിൽ കൂടെ ഇവർ കടന്നു പോകേണ്ട, ഒരു രാജ്യം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ. ഇത് യേശുക്രിസ്തു ജനിക്കുന്നതിനും ഒരു 500 വർഷം മുമ്പിലത്തെ സംഭവമാണിത്. നമുക്കറിയാം, ബാബേൽ പ്രവാസത്തിൻ്റെ കാലം. അപ്പം ഇരമ്യാ പ്രവാചകനോട് കർത്താവ് പറയുകയാണ്, നീ ഒരു കുശവൻ്റെ വീട്ടിൽ പോകണം. അവിടെ ചെല്ലുമ്പോൾ അവിടെ ഇരുന്ന് നീ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പം ഞാൻ നിന്നോട് സംസാരിക്കാമെന്ന് പറയാണ്. അങ്ങനെ പ്രൊഫറ്റ് ജെറമ്യ ടേക്സ് എ ട്രിപ്പ് ടു ദ പോട്ടേഴ്സ് ഹൗസ്. ഒരു കുശവൻ്റെ വീട്ടിൽ, അന്നത്തെ കാലത്ത് കൂടുതൽ പാത്രങ്ങളും എല്ലാം ഉണ്ടാക്കുന്ന കളിമണ്ണ് കൊണ്ടുള്ള പാത്രങ്ങളാണ്. അപ്പം ധാരാളം കുശവന്മാരുള്ള നാടായിരുന്നത്. അപ്പോൾ ഒരു പോട്ടേഴ്സ് ഹൗസിൽ അല്ലെങ്കിൽ ഒരു കുശവൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ഇരമ്യാ പ്രവാചകൻ ചെല്ലുമ്പോൾ ഒരു കുശവൻ അവിടെ ഇരുന്ന് കളിമണ്ണ് കുഴച്ച് അതിൻ്റെ പ്രോസസ്സെല്ലാം ചെയ്തിട്ട് ഒരു പോട്ടേഴ്സ് വീൽ അറിയാമല്ലോ, കുശവൻ്റെ ആ ചക്രത്തേലിട്ട് ഒരു പാത്രം ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. നോക്കുമ്പോൾ ഭംഗിയുള്ള പാത്രമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം സംഭവിക്കുകയാണ്. നല്ല പാത്രമായി ഇതിങ്ങനെ വരുന്നു എന്ന് വിചാരിക്കുന്ന സമയത്ത് ഈ പാത്രം അങ്ങ് ഉടഞ്ഞു പോവുകയാണ് കുശവൻ്റെ കയ്യിലിരുന്ന്. അപ്പം അതൊരു വേദനിപ്പിക്കുന്ന കാര്യമാണ്. പാത്രം ആകുമെന്ന് വിചാരിച്ച, പക്ഷെ ഉടഞ്ഞു പോയി. പക്ഷേ അടുത്ത സംഭവിക്കുന്ന ആ കുശവൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ആ കളിമണ്ണെടുത്ത് കളയുകയല്ല ചെയ്യുന്നത്, വീണ്ടും ആ കളിമണ്ണിനെ വീണ്ടും തൻ്റെ വീലിനോട് ചേർത്ത് പിടിച്ച് വീണ്ടും ആ പ്രോസസ്സ് എല്ലാം നടത്തി മറ്റൊരു പാത്രം, ആദ്യത്തെ ഷേപ്പിലായിരുന്നില്ല, അത് ഉടഞ്ഞു പോയത് കാരണം, പക്ഷെ വേറൊരു ഷേപ്പിൽ, ആ കുശവൻ്റെ ഇഷ്ടം പോലെ ഭംഗിയുള്ളൊരു ഷേപ്പിൽ മറ്റൊരു പാത്രമാക്കി തീർത്തു. ഇതായിരുന്നു ഇരമ്യാ പ്രവാചകൻ പോട്ടേഴ്സ് ഹൗസിൽ വെച്ച് കണ്ടത്. ഇതാണ് കണ്ടത്.
അദ്ദേഹം കണ്ടു കഴിഞ്ഞപ്പം ദൈവത്തിൻ്റെ ആത്മാവ് ഈ പ്രവാചകനോട് സംസാരിക്കാൻ തുടങ്ങിയതാണ് നമ്മൾ വായിച്ചത്. ഇസ്രായേൽ ഗൃഹമേ, ഈ കുശവൻ ചെയ്തതുപോലെ എനിക്ക് നിങ്ങളോട് ചെയ്യാൻ കഴിയുകയില്ലയോ? കളിമണ്ണ് കുശവൻ്റെ കയ്യിൽ എങ്ങനെയായിരിക്കുന്നത്, അതുപോലെയാണ് നിങ്ങൾ എൻ്റെ കയ്യിലിരിക്കുന്നതെന്ന്. ഓക്കെ, ഈ വേദപുസ്തകത്തിൽ പല അനാലജീസ് ഉപയോഗിച്ചിട്ടുണ്ട് ദൈവവും തൻ്റെ ജനവുമായിട്ടുള്ള ബന്ധം മനസ്സിലാക്കാൻ. അതിൽ നമുക്കറിയാവുന്ന കോമൺ ആയിട്ടുള്ളതാണ് ഒരു അമ്മയും കുഞ്ഞും. അമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ല, ഒരു അമ്മയും കുഞ്ഞും. അല്ലെങ്കിൽ അപ്പനും മകനോട് കരുണ തോന്നുന്നതുപോലെ പേരൻസും കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബന്ധം, ദൈവത്തിൻ്റെ ബന്ധം, തൻ്റെ മക്കളുമായിട്ടുള്ള ബന്ധം കാണിക്കാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ ഫേമസ് ആയിട്ടുള്ള ഒന്നാണ് ഇടയനും ആടും. ഞാൻ നല്ല ഇടയൻ, നിങ്ങൾ എൻ്റെ ആടുകൾ എന്നുള്ള ആ ഒരു ഇത്. അപ്പോൾ അതുപോലെ തന്നെ ഉപയോഗിച്ചേക്കുന്ന ഒരു ഭാഗമാണ് ദൈവം കുശവനും നമ്മൾ ദൈവത്തിൻ്റെ കയ്യിലെ കളിമണ്ണും. ഓക്കെ, അത് നമ്മൾക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ളത് ഉപയോഗിക്കുന്നത്. അപ്പോൾ പറഞ്ഞ ദൈവം എൻ്റെ കുശവനാണ്, ഞാൻ കർത്താവിൻ്റെ കരത്തിലെ കളിമണ്ണുമാണ്. ഇന്ന് നമ്മളിവിടെ ചിന്തിക്കാൻ പോകുന്നത് ഒരു ക്ലേയുടെ വ്യൂ പോയിന്റിൽ നിന്ന്, കളിമണ്ണിൻ്റെ വ്യൂ പോയിന്റിൽ നിന്ന് നോക്കിയാൽ പോട്ടറിനെ കുറിച്ച് മനസ്സിലാക്കുന്നത്. നമ്മളിപ്പോൾ ഈ വായിച്ച സംഭവത്തിൽ നിന്ന് നമ്മുടെ കുശവനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട 5 സംഗതികളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. മെസ്സേജിൻ്റെ ടൈറ്റിൽ നമുക്കിങ്ങനെ കൊടുക്കാം: ഇൻ ദ ഹാൻഡ്സ് ഓഫ് മൈ പോട്ടർ. ഇൻ ദ ഹാൻഡ്സ് ഓഫ് മൈ പോട്ടർ, എൻ്റെ കുശവൻ്റെ കൈകളിൽ. അതൊരു ക്ലേയുടെ വ്യൂ പോയിന്റിൽ അല്ലെങ്കിൽ കളിമണ്ണിൻ്റെ വ്യൂ പോയിന്റിൽ നിന്ന് നമുക്കൊന്ന് നോക്കാമേ. നമ്മൾ കളിമണ്ണായിരിക്കുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ കരങ്ങളിലല്ല ഇരിക്കുന്നത്, കളിമണ്ണ് പോലെ. അപ്പം നമ്മൾ നമ്മുടെ പോട്ടറിനെ കുറിച്ച്, നമ്മുടെ കുശവനെക്കുറിച്ച് മനസ്സിലാക്കേണ്ട 5 കാര്യങ്ങളെ. ഒന്നാമത്തെ കാര്യം, ദ പോട്ടർ ചൂസസ് ടു ഷേപ്പ് ദ ക്ലേ ഇൻ ടു എ വെസൽ. ദ പോട്ടർ ചൂസസ് ടു ഷേപ്പ് ദ ക്ലേ ഇൻ ടു എ വെസൽ. കുശവനാണ് ഈ കളിമണ്ണിനെ ഒരു പാത്രമാക്കാൻ തീരുമാനിക്കുന്നത്. ഏതോ ചേറ്റിൽ കടന്ന കളിമണ്ണ് തീരുമാനിക്കുന്നതല്ല ഞാനൊരു നല്ല പാത്രമാകാമെന്ന്. പക്ഷേ കുശവനാണ് ആദ്യം തീരുമാനിച്ചത് ഈ കളിമണ്ണിനെ ഞാനൊരു പാത്രമാണ് ആക്കുമെന്ന്. അല്ലേ? അങ്ങനെയല്ലേ? അല്ലേ? കളിമണ്ണല്ലല്ലോ വിചാരിക്കുന്നത് ഞാനൊരു പാത്രമാകാമെന്ന്. ഒരു കുശവൻ്റെ മനസ്സിൽ തോന്നുന്നതാണ് ഈ കളിമണ്ണെടുത്ത് ഞാൻ ഒരു പാത്രമാക്കാമെന്ന്. നമ്മളെല്ലാവരും പ്ലാൻ ചെയ്യുന്നവരാ ജീവിതത്തിൽ. വി ഓൾ ആർ ഗുഡ് അറ്റ് പ്ലാനിങ്, അല്ലേ? നമുക്കൊക്കെ പ്ലാൻസ് ഉണ്ട്. പക്ഷേ നമ്മൾ പ്ലാൻ ചെയ്യാതെ നമ്മുടെ ജീവിതത്തിൽ, ഇവിടെ ഇരിക്കുന്ന ഒരാളുടെയും ജീവിതത്തിൽ ആ കാര്യം പ്ലാൻ ചെയ്തിട്ടില്ല. നമ്മുടെ ജനനമായിരുന്നത് നമ്മൾ ആരെങ്കിലും പ്ലാൻ ചെയ്തതാണോ? ഞാനിവിടെ വന്ന് ജനിക്കണമെന്ന്, ഇന്ന മാതാപിതാക്കളുടെ മക്കളായി ഇന്ന നേഷനിൽ, ഇവിടെ ഇന്ത്യയിൽ, കേരളത്തിൽ ഇവിടെ വന്ന് ജനിക്കണമെന്ന് നമ്മൾ ആരും പ്ലാൻ ചെയ്തല്ല. ഈവൻ നമ്മുടെ മാതാപിതാക്കൾ ചിലപ്പോൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായ കുഞ്ഞായിരിക്കാം, ചിലപ്പോൾ പ്ലാൻ ചെയ്യാതെ ഉണ്ടായ കുഞ്ഞുമായിരിക്കാം, അല്ലേ? അതിനും സാധ്യതയുണ്ട്. പ്ലാൻ ചെയ്യുമ്പോൾ പോലും അവർക്കറിയില്ല ഉണ്ടായി വരുന്ന കുഞ്ഞിൻ്റെ ജനറോ ഒന്നും അറിയത്തില്ല, അല്ലേ? ഓക്കെ, പക്ഷേ ഈ ഇരമ്യ പ്രവാചകനോട് തന്നെ ദൈവം സംസാരിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്. ബിഫോർ ഐ ഫോംഡ് യു ഇൻ ദ വൂംബ് ഐ ന്യൂ യു, അല്ലേ? ഞാൻ നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. നമ്മുടെ കുശവനെക്കുറിച്ച് നമ്മൾ ഏറ്റവും മനസ്സിലാക്കിയേണ്ട കാര്യം, ബിഫോർ ഐ ഫോംഡ് യു ഇൻ ദ വൂംബ്. നമ്മൾ നോക്കാം, നമ്മുടെ മാതാവും പിതാവും കാരനാണ് നമ്മൾ ഉണ്ടായത്. പക്ഷേ ദൈവം പറയാണ് ഐ ഫോംഡ് യു. ഓക്കെ, ദൈവത്തിൻ്റെ കരങ്ങളാണ് നമ്മളെ സൃഷ്ടിച്ചത്. അവിടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. ഓക്കെ, നമ്മൾ ഓരോരുത്തരും അതൊന്ന് പേഴ്സണലി ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. നമ്മളെ എത്ര പേർക്കറിയാം? പക്ഷേ സ്വർഗത്തിലെ ദൈവം, സകലത്തെയും സൃഷ്ടിതാവായ ദൈവം പറയാണ് എനിക്ക് നിന്നെ അറിയാമായിരുന്നു. നമ്മൾ ഭയങ്കര പ്രഷ്യസ് ആണെന്ന് നമ്മളെ ഓർപ്പിക്കുന്ന കാര്യമാണ് ആ കുശവൻ്റെ കയ്യിലെ കളിമണ്ണായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളത് തന്നെ. നമ്മൾ പലപ്പോഴും നമുക്ക് വില കൊടുക്കാറില്ല, അല്ലേ? അതിന് പല കാരണങ്ങളുണ്ട്. നമ്മൾ ചിന്തിച്ചു വെച്ച കാര്യങ്ങൾ, സൊസൈറ്റി നമ്മളെ പഠിപ്പിച്ച കാര്യങ്ങൾ, ഇന്ന രീതിയിൽ സക്സസ്ഫുൾ ആയാലേ നമുക്ക് വിലയുള്ളൂ എന്ന് നമ്മൾ ചിന്തിച്ച കാര്യങ്ങൾ. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ കുശവൻ
ദ ബിഗ് പോട്ടർ അല്ലേ, വലിയ കുശവനെ കുറിച്ച് ഉൽപ്പത്തി 2:7 തന്നെ പറയുന്നുണ്ട്. യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി അല്ലേ, ആ കളിമണ്ണ് വെച്ചിട്ട് ഉണ്ടാക്കിയല്ലേ. ഓക്കെ, ഈച്ച് ഹ്യൂമൻ ബീയിങ്, എല്ലാവരും ഇവിടെ ഇരിക്കുന്നവരും ഓരോരുത്തരും ദൈവത്തിൻ്റെ കരവിരുതാണെന്ന് ഉള്ള കാര്യമുണ്ടല്ലോ, അത് നമ്മളെ വീണ്ടും ഓർപ്പിക്കുന്ന ഒരു കാര്യമാണ്. യിരെമ്യാ പ്രവാചകൻ കുശവൻ്റെ ആ വീട്ടിൽ നിന്ന് പഠിച്ച പാഠം നമ്മൾ ഓർക്കണം. കുശവനാണ് തീരുമാനിച്ചത് നമ്മൾ കളിമണ്ണിനെ ഒരു വെസലാക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്, നമ്മൾ പ്രഷ്യസ് ആണെന്നുള്ള കാര്യം. ഓക്കെ, ചിലരെങ്കിലും അപ്പം വിചാരിക്കും, അങ്ങനെയൊന്നും അല്ല, എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെയാണെന്ന് പറയുന്നുണ്ടെങ്കിൽ ബൈബിളിലെ 2 കഥാപാത്രങ്ങളെ പെട്ടെന്ന് നിങ്ങളെ ഞാനൊന്ന് ഓർപ്പിച്ചു തരാം. ഒന്ന് ദിനവൃത്താന്ത പുസ്തകത്തിൽ കാണുന്നതാണ് യബ്ബേസ് എന്ന്. ചിലർക്കൊക്കെ അറിയായിരിക്കും യബ്ബേസ്. യബ്ബേസ് എന്ന് പറയുന്ന ആ പേരിൻ്റെ അർത്ഥം വിലാപപുത്രൻ എന്നാ അല്ലേ. വേദപുസ്തകത്തിൽ അതിൻ്റെ സാഹചര്യവും പറയുന്നുണ്ട്. അവൻ്റെ അമ്മയ്ക്ക് വേദനയോടെ ഞാൻ ഇവനെ പ്രസവിച്ചു എന്ന് പറഞ്ഞിട്ട് പേരിട്ടതാണ്. നമ്മളെല്ലാവരും കുഞ്ഞുങ്ങൾക്ക് നല്ല പേരുകൾ ഇടാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷേ ആ അമ്മയുടെ സാഹചര്യമായിരിക്കാം ഞാനിവനെ വേദനയോടെയാണ് പ്രസവിച്ചതെന്ന് പറഞ്ഞ് വിലാപപുത്രൻ എന്നാണ് പേരിട്ടത്. എന്തോ ഒരു സങ്കടത്തിൻ്റെ സാഹചര്യം നമുക്ക് ക്ലിയറായിട്ട് അറിയില്ലെങ്കിലും ഒരു പക്ഷേ വളർന്നു വരുമ്പോൾ ആ യബ്ബേസിന് എന്തൊക്കെ തോന്നലുകൾ മനസ്സിൽ കൂടെ പോയിട്ടുണ്ടാകാം അല്ലേ. പക്ഷെ നമ്മളുടെയൊക്കെ മനസ്സിലും ചിലപ്പോൾ ഇതുപോലെയൊക്കെ പോകാം, ഞാനൊരു സങ്കടത്തിൻ്റെ പുത്രനാണോ എന്ന്. പക്ഷെ നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം, ദൈവം അറിയാതെയല്ല ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ വന്നത് അല്ലേ. യബ്ബേസ് പക്ഷെ ദൈവത്തോട് ചെന്നൊരു പ്രാർത്ഥന ചെയ്തത് നമുക്കറിയാം. ദൈവത്തോട് ചെന്നിട്ട് പറഞ്ഞു, നീ എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിശാലമാക്കണം. ഞാനൊരു വിലാപപുത്രനാ, പക്ഷേ നിൻ്റെ കൈ എന്നോട് കൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസനമായി തീരാതെ എന്നെ കാക്കണം. ഇസ്രായേലിൻ്റെ ദൈവത്തോട് അവൻ പ്രാർത്ഥിച്ചത് ദൈവം അവന് നൽകി എന്നാണ് പറയുന്നത്. അതുകൊണ്ട് വേദപുസ്തകത്തിൽ ഇങ്ങനെയും കൂടെ എഴുതി വച്ചിരിക്കുന്നു, കുശവൻ്റെ കയ്യിലെ കളിമണ്ണായ യബ്ബേസിനെ ദൈവം സഹോദരന്മാരെക്കാൾ അധികം മാനിച്ചു എന്നല്ലേ. നമ്മളുടെ ജീവിതത്തെ ഒരു ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവിൽ കാണുമ്പോൾ നമുക്ക് നമ്മളുടെ ആറ്റിറ്റ്യൂഡിൽ തന്നെ വ്യത്യാസം വരുവാനായിട്ടിടയാകും. മറ്റൊരു കഥാപാത്രമാണ് ഇഫ്താഹ്. ഇഫ്താഹിനെ കുറിച്ച് പറയുന്നത് ന്യായാധിപന്മാരുടെ കാലത്ത് ജീവിച്ച ഒരു വ്യക്തിയാണ് ഇഫ്താഹ്. ഇഫ്താഹിൻ്റെ പിതാവ് അദ്ദേഹത്തിൻ്റെ പേര് ഗിലെയാദ് എന്നായിരുന്നു. ഗിലെയാദിന് ഭാര്യയും മക്കളും ഒക്കെ ഉണ്ടായിരുന്ന ഗിലെയാദിന് ഒരു വേശ്യയിലുണ്ടായ പുത്രനാണ് ഗിലെയാദ്. സമൂഹത്തിന് ഗിലെയാദിന് വേശ്യയിലുണ്ടായ പുത്രനാണ് ഇഫ്താഹ് എന്ന് പറയുന്നത്. ഒരു ഭയങ്കര സങ്കടത്തിൻ്റെ സ്റ്റോറിയാണ്. അതായത് അദ്ദേഹത്തിന് സ്വന്തം ഭാര്യയുമുണ്ട്, കുഞ്ഞുങ്ങളുമുണ്ട്. അതിൻ്റെ മൊറാലിറ്റി ഒക്കെ അവിടെ ഒരു വശത്ത് നിൽക്കട്ടെ. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇഫ്താഹ് അതിൽ കുറ്റവാളിയായിരുന്നില്ല, പക്ഷേ സമൂഹം ഇഫ്താഹിനെ കുറ്റവാളിയാക്കി. അവൻ്റെ അപ്പൻ്റെ സ്വന്തം ഭാര്യയുടെ പുത്രന്മാർ പറഞ്ഞു, നീ ഈ വീട്ടിലെ അവകാശത്തിന് ഒരു അവകാശവും ഇല്ല, നീ ഇവിടെ താമസിക്കേണ്ട. അവനെ തള്ളിക്കളഞ്ഞ് ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ വേശ്യാപുത്രൻ എന്നറിയപ്പെട്ട ഇഫ്താഹിന് ആ നാട് വിട്ടു പോകേണ്ടതായിട്ടുള്ളൊരവസ്ഥ വന്നു. പക്ഷെ ഒരു നല്ല പോരാളിയായിരുന്നു, ദൈവം ഒരു കഴിവ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ സംഭവിച്ചത് എന്താണെന്നറിയാമോ? അമ്മോന്യർ ഇസ്രായേലിനെ ആക്രമിക്കാൻ വന്നപ്പം അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതായപ്പം ലീഡേഴ്സിന് ഓർമ്മ വന്നു, ഇങ്ങനെ ഒരു വ്യക്തിയെ, നല്ല പടയാളിയായിട്ടുള്ള നല്ല പോരാളിയായിട്ടുള്ള ഇഫ്താഹിനെ ഓർമ്മ വന്നിട്ട് പോയി ലീഡേഴ്സ് ഉൾപ്പെടെ ചെന്ന് വിളിച്ചോണ്ട് വന്ന് അവനെ അവിടെ സേനാധിപതിയാക്കുകയാണ്. ദൈവം അവനെ മാനിച്ച ഒരു ചരിത്രം നമുക്ക് വേദപുസ്തകത്തിൽ വായിക്കാൻ സാധിക്കും. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളെ കളിമണ്ണ് പോലെ കുശവൻ നിർമ്മിച്ചത് ദൈവമാണ്. നമ്മളെ നിർമ്മിച്ചത് ദൈവമാണ്. നമുക്ക് വിലയിടുന്നത്. ഒരു വിലാപപുത്രനെ മാന്യനും ഒരു വേശ്യാപുത്രനെ തലവനും സേനാധിപതിയുമാക്കുവാൻ കഴിവുള്ള ദൈവമാണ് പറഞ്ഞത്, നിന്നെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. പിന്നെ എങ്ങനെയാണ് ഈ സത്യം മനസ്സിലാക്കുമ്പോൾ, എന്തിനാണ് ഞാൻ ജീവിക്കുന്നത്, എന്നെ കൊള്ളത്തില്ല, എന്നെ തള്ളിക്കളയപ്പെട്ട വ്യക്തിയാണ്, പ്രയോജനമില്ലാത്ത എന്ത് ജീവിതം അല്ലേ, ഇങ്ങനത്തെയൊക്കെ നമ്മളുടെ ചിന്തകൾ മാറണമെങ്കിൽ നമ്മുടെ ക്രിയേറ്റർ ആരാണ്, നമ്മളെ
മെനഞ്ഞത് ഏത് കരങ്ങളാണെന്നുള്ള ചിന്ത നമ്മളുടെ മനസ്സിൽ വരട്ടെ. ഒന്നാമത് നമ്മളിവിടെ പഠിച്ച കാര്യം എന്താണ്? ഇറ്റ് വാസ് ദി പോട്ടേഴ്സ് ഡിസിഷൻ ടു മേക്ക് എ വെസൽ ഫ്രം ക്ലേ. ഒരു കളിമണ്ണിൽ നിന്ന് ഒരു പാത്രമാക്കുവാൻ അതിനെ തെരഞ്ഞെടുത്തത് ആരുടെ ഡിസിഷനായിരുന്നു? നമ്മളിവിടെ ജീവിക്കുന്നത് ആരുടെ ഡിസിഷനാണ്? ദൈവത്തിൻ്റെ ഡിസിഷനാണ്. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദ പോട്ടർ പ്രിപ്പയർസ് ദ ക്ലേ ബിഫോർ മോൾഡിങ്. കുശവൻ ഒരു പാത്രമാക്കുന്നതിന് മുമ്പ്, ഈ കളിമണ്ണ് കൊണ്ട് ഒരു പാത്രം സൃഷ്ടിക്കുന്നതിന് മുമ്പ് അതിനെ ചില പ്രോസസ്സുകളിൽ കൂടെ പ്രിപ്പയർ ചെയ്തെടുക്കും. ഓക്കെ, ഈ കളിമണ്ണ് ആദ്യം ചേറ്റിൽ നിന്ന് എടുക്കുമ്പോൾ ഉണ്ടല്ലോ, അത് ഡയറക്റ്റ് കൊണ്ട് ആ പോട്ടേഴ്സ് വീലിൽ കൊണ്ട് ഇടുകയല്ല ചെയ്യുന്നത്. അത് ആദ്യമായിട്ട് അങ്ങനെ കറക്കത്തില്ല. കാരണം ആ എടുത്തോണ്ട് വരുന്ന ആ ചേറ്റിലെ കളിമണ്ണിലുണ്ടല്ലോ നിറയെ കല്ലുണ്ടാകും, കമ്പുണ്ടാകും, പ്രാണികളുണ്ടാകും. അതെല്ലാം എടുത്തു മാറ്റണം. അതൊരു പ്രോസസ്സാണ്. അതിനുശേഷം അതിൻ്റെ ചില സ്റ്റെപ്സൊക്കെ ചെയ്ത് പിന്നീട് ഒരു നീഡിങ് പ്രോസസ്സൊക്കെ ഉണ്ട്. ഈ ചക്രത്തിൽ വെക്കുന്നതിന് മുമ്പ്, പോട്ടേഴ്സ് വീലിൽ വെക്കുന്നതിന് മുമ്പ് ആ കളിമണ്ണിനെ കുഴച്ച് പാകമാക്കുന്നുണ്ട്. ചവിട്ടിയും തിരുമയും, നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കത്തില്ല, അതിൻ്റെയൊക്കെ ഒരു കടന്ന പ്രോസസ്സാണത്. അങ്ങനെ ഒരു പ്രോസസ്സുണ്ട്. അപ്പം ചിലപ്പോൾ ഉണ്ടല്ലോ ഈ കളിമണ്ണ് ഇങ്ങനെ ചിന്തിക്കുക, എന്ത് പണി തന്നെ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന പോട്ടർ അല്ലേ, ഈ കുശവൻ എന്താ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ചിലപ്പം നമുക്ക് തോന്നാം. പക്ഷേ നമ്മൾ മനസ്സിലാക്കുക, ചില പ്രോസസ്സുകൾ നമ്മുടെ ജീവിതത്തിൽ കൂടെ പോകുന്നത് നമ്മളൊരു വെസലാക്കുന്നതിന് മുമ്പ് ദൈവം പാകപ്പെടുത്തുന്നതാണ്. മോശ എന്ന് പറഞ്ഞ ലീഡറിനെ നമുക്കെല്ലാം അറിയാം. നമ്മൾ മോശയെ അറിയുന്ന എങ്ങനെയാണ്? ഇസ്രായേലിനെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ചുകൊണ്ട് വന്ന ഒരു മഹത് വ്യക്തിയായിട്ട്, ലീഡറായിട്ടാണ് നമ്മൾ അറിയുന്നത്. 80-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ആ ഒരു ഇത് ചെയ്തത്. എന്നാൽ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് എങ്ങനെയാണ് മോശയുടെ ജീവിതത്തിൽ ദൈവം പ്രിപ്പയർ ചെയ്തതെന്ന് നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലേ? നമുക്കറിയാം മോശ ജനിച്ച സമയം തന്നെ കൊള്ളൂല്ലാത്ത സമയമാണെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? പുറത്തുനിന്ന് നോക്കുന്നവർക്ക് എന്താ, ആൺകുഞ്ഞുങ്ങളെ എല്ലാം, ഉണ്ടാകുന്ന ഇസ്രായേലിലെ ആൺകുഞ്ഞുങ്ങളെ എല്ലാം നദിയിലെറിഞ്ഞു കൊന്നുകളയുക എന്ന് ചക്രവർത്തിയുടെ ഓർഡർ വന്ന സമയം ആയിരുന്നു മോശ ജനിച്ചത്. ചിലർ പറയത്തില്ല നീ ജനിച്ച സമയം കൊള്ളത്തില്ലെന്ന്. മോശ ജനിച്ച സമയം ഒട്ടും കൊള്ളൂല്ലായിരുന്നു. പക്ഷെ ഇതുപോലെ ദൈവം ഉപയോഗിച്ചൊരു വ്യക്തി. നമ്മൾ മനസ്സിലാക്കുക, നമ്മളുടെ ജീവിതത്തിൽ പല സർക്കംസ്റ്റൻസസ് ഉണ്ടാകും, പക്ഷെ അതൊന്നുമല്ല നമ്മുടെ അൾട്ടിമേറ്റ് ഡെസ്റ്റിനി ഡിസൈഡ് ചെയ്യുന്നത്. മോശ ജനിച്ച സമയം ശരിയല്ലായിരുന്നു, എന്നിട്ട് ഈ മാതാപിതാക്കൾ ഒളിപ്പിച്ചു വെച്ചു. 3 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക്, ഒളിപ്പിച്ച് വെക്കാൻ പറ്റാത്തൊരു കാലമായപ്പോഴത്തേക്ക് ഇതിനെ കൊണ്ട് എവിടെ വെച്ചു? ഈ കുഞ്ഞിനെ കൊണ്ട് നൈൽ നദിയിൽ ഒരു ഞാങ്ങണപ്പെട്ടയിൽ അവിടെ കൊണ്ട് വെച്ചല്ലേ. പക്ഷെ ഫറവോൻ്റെ പുത്രി അത് കണ്ടു, മോശയെ കൊട്ടാരത്തിൽ കൊണ്ടുപോയി. നമ്മൾ പറയും മോശ കൊട്ടാരത്തിൽ വളർന്നു. പക്ഷേ ഞാൻ ഇങ്ങനെ ചോദിക്കട്ടെ, നേരെ തിരിച്ചൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. 3-ാം മാസത്തിൽ സ്വന്തം മാതാപിതാക്കളിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നും വേർപെട്ട് ജീവിക്കേണ്ട ഒരു അവസ്ഥ വന്ന വ്യക്തിയാണ് മോശ അല്ലേ? കൊട്ടാരത്തിൽ വളർന്നു, ശരി. അതും അവിടെയും ഏറ്റവും നല്ല വിദ്യാഭ്യാസമൊക്കെ കിട്ടി മോശ വളർന്നു. ഒരു ഫറവോൻ്റെ പുത്രിയുടെ മോനായിട്ടാണ് മോശ വളരുന്നത്. ആ ഒരു സാഹചര്യം ഉണ്ടായി. ഏറ്റവും നല്ല എഡ്യൂക്കേഷനൊക്കെ കിട്ടി ഒരു രാജകുമാരനെ പോലെ വളർന്നുകൊണ്ടിരിക്കുന്നത്. 40 years വരെ, 40 വർഷം വരെ. 40 വർഷം കഴിഞ്ഞപ്പോൾ ഉണ്ടായ അനുഭവം നമുക്കറിയാം. ഒരു മിസ്രയീമിനെ അടിച്ചു കൊന്നതിൻ്റെ പേരിൽ ആ രാജ്യം വിട്ട്, രാജകൊട്ടാരം വിട്ട് മരുഭൂമിയിലോട്ട് ഓടിപ്പോകേണ്ടി വന്നു അല്ലേ? മരുഭൂമിയിലോട്ട് ഓടിപ്പോയി അവിടെ ജീവിക്കുകയാണ് 40 വർഷം അല്ലേ? എന്തൊരു പ്രോസസ്സാന്ന് നോക്കിയൊക്കെ, 40 വർഷം അവിടെ ജീവിക്കുക. പക്ഷേ ആ 40 വർഷം കഴിയുമ്പോഴത്തേക്ക് 80-ാമത്തെ വയസ്സിലാണ് ദൈവം മോശയെ വിളിക്കുന്നത്, നീ ഇത്രയും വലിയ ഒരു ജനതയെ വിടുവിച്ചോണ്ട് വരാൻ. ഒരു പക്ഷേ ഞാൻ ഇങ്ങനെ ചിന്തിക്കുക, 40 വർഷം ആ മരുഭൂമി എക്സ്പീരിയൻസ്, ആടുകളെ മേയിച്ചുകൊണ്ട് നടന്നതും കൊട്ടാരത്തിൽ ജീവിച്ച ട്രെയിനിങ്ങും എല്ലാം മോശയെ പ്രിപ്പയർ ചെയ്യുമായിരുന്നു. ഒരു ലക്ഷക്കണക്കിന് ലക്ഷക്കണക്കിന് വരുന്ന ജനതയെ മരുഭൂമിയിൽ കൂടെ ലീഡ് ചെയ്തുകൊണ്ട് പോകണം. നിങ്ങൾ എങ്ങനെ ചിന്തിച്ചു നോക്കിക്കേ, കൊട്ടാരത്തിൽ നിന്ന് ഡയറക്റ്റ് ഇറങ്ങി വരുന്ന ഒരാൾക്ക് മരുഭൂമി ചിലപ്പം അറിയത്തുണ്ടാവില്ല. പക്ഷെ ദൈവം മോശ എന്ന പാത്രത്തെ പ്രിപ്പയർ ചെയ്ത് ശ്രദ്ധിച്ചായിരുന്നു. 40 വർഷം ആടുകളെയും കൊണ്ട് മരുഭൂമിയുടെ ക്ലൈമറ്റും അതിൻ്റെ എല്ലാം പഠിക്കുകയാണ്. അതിനുശേഷമാണ് മോശയെ ലക്ഷക്കണക്കിന് ആൾക്കാരെ വിടുവിക്കാൻ ഉപയോഗിക്കുന്നത്. സോ നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ചിലപ്പോൾ
പെട്ടെന്നൊരു പാത്രമായിട്ട്, എന്താ ദൈവമേ എന്നെ പെട്ടെന്ന് അങ്ങ് ഉപയോഗിക്കാത്തതെന്ന് ചിലപ്പോഴേക്ക് ചിന്തിച്ച്, എന്താ ഞാനൊരു മനോഹര വെസലായിട്ട് പുറത്ത് വരാത്തതെന്ന് ചിന്തിക്കുമ്പം ചിലപ്പം പോട്ടറിന് ഇതാ പറയാനുള്ളത്. അതിനു മുമ്പ് കുറച്ച് പ്രോസസ്സുണ്ട്. ആ പ്രോസസ്സുകളിൽ കൂടെ കടന്നു പോകുമ്പോഴാണ് എന്ത് ചെയ്യാൻ പറ്റുന്നത്? പോട്ടർ പ്രിപ്പയർസ് ദ ക്ലേ ഫോർ മോൾഡിങ്. അതിനുശേഷമാണ് ആ വീലിൽ വെച്ച് കറക്കാനായിട്ട് തുടങ്ങുന്നത്. ഓക്കെ, അപ്പം ഇതും നമുക്ക് ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കുക. ചില വെയിറ്റിംഗ് പീരീഡ്സ് ഉണ്ടാകാം, എല്ലാം നമ്മൾ ജീവിതത്തിൽ അംഗീകരിക്കാനായിട്ട് പഠിക്കുക. എപ്പോഴും ഓർക്കുക, എന്നെ ക്രിയേറ്റ് ചെയ്തത് ആരാ? എൻ്റെ കുശവനാണ്, അല്ലേ? സർവശക്തനായ ദൈവമാണ് എന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ആ ദൈവമാണ് എന്നെ ഒരു വെസലാക്കാൻ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. മൂന്നാമത്തെ ഒരു പോയിന്റ്, ദ പോട്ടർ ക്രിയേറ്റ്സ് വെസൽസ് ഫോർ യൂസ്ഫുൾനെസ് ആൻഡ് ഗ്ലോറി. ഓരോ പാത്രവും ദൈവം അത് ആ വീലിൽ വെച്ചോ കുശവൻ ഉണ്ടാക്കുന്നത് എന്തിനാണെന്നറിയാമോ? അത് ആർക്കെങ്കിലും പ്രയോജനമാകാൻ വേണ്ടിയിട്ടാണ്, തൻ്റെ നാമമഹത്വത്തിന് വേണ്ടിയിട്ടാണ്. ഇനി ഈ വീലിൽ കറങ്ങുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? കളിമണ്ണ് ഇങ്ങനെ കറങ്ങുന്ന സമയത്ത് ഇങ്ങനെ കറങ്ങി വന്ന് ഇപ്പുറത്ത് വരുമ്പോൾ വേണമെങ്കിൽ കളിമണ്ണിന് എത്ര പ്രാവശ്യമായി ഈ കറക്കം തുടങ്ങിയിട്ടെന്നല്ലേ? ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കത്തില്ല, ടേൺ ഓഫ് ഈവൻസ്, എല്ലാം ശരിയായെന്ന് വിചാരിച്ച് വരുന്ന അപ്പം അടുത്ത കറക്കം. മോശയുടെ ജീവിതത്തിൽ നമ്മൾ അങ്ങനെ തന്നെയല്ലേ ചിന്തിച്ച്? കൊട്ടാരത്തിൽ ജീവിച്ച് രാജകുമാരനായിട്ട് അങ്ങ് കയറി വരികയാണെന്ന് വിചാരിച്ചപ്പം ഓടിപ്പോണം, അല്ലേ? ഫറവോനെ പേടിച്ച് ഓടിപ്പോകേണ്ട അവസ്ഥ. പിന്നെ ആ മരുഭൂമിയിൽ ഇങ്ങനെ ജീവിക്കുകയാണ്. ജീവിതത്തിലെ സാഹചര്യങ്ങൾ ഈ വീലിനോട് നമുക്ക് ഉപമിക്കാൻ പറ്റും. കാരണം എന്നാണെന്നറിയാമോ? നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ പല പ്രാവശ്യം കറങ്ങിയതും, അല്ലേ, പല ടേൺസ് വന്നതും എല്ലാം നമുക്ക് ചിലപ്പം മനസ്സിലാകത്തില്ല. പക്ഷേ പോട്ടർ നമ്മളെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു? നമ്മുടെ കുശവൻ നമ്മളെ യൂസ്ഫുൾ ആക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കറക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ മനസ്സിലാക്കുക, നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തെക്കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട് കേട്ടോ. അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ച് അനന്യാസിനോട് പറയുന്ന ഒരു ഭാഗമുണ്ട്. അപ്പോസ്തലനായ പൗലോസ് അദ്ദേഹം മാനസാന്തരപ്പെട്ട് വരുന്ന സമയത്ത് അനന്യാസിന് പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇദ്ദേഹം ശരിക്കും ഒരു വിശ്വാസി ആയോ എന്ന്. അപ്പം കർത്താവ് സംസാരിക്കുന്ന ഒരു ഭാഗമാണ്, അവൻ എൻ്റെ നാമം ജാതികൾക്കും ഇസ്രായേൽ മക്കൾക്കും മുമ്പിൽ വഹിപ്പാൻ ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാകുന്നു. അപ്പം നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തെക്കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. ഈ വീലിങ്ങനെ കറങ്ങുമ്പോൾ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും, എന്താ ദൈവമേ ഈ ടേൺ ഓഫ് ഇവൻസ്, ഞാൻ പ്രതീക്ഷിച്ച പോലെ അല്ലല്ലോ മുമ്പോട്ട് പോകുന്നത്, വീണ്ടും കറങ്ങേണ്ടി വരുന്നല്ലോ. മനസ്സിലാക്കുക, നമ്മളെ ദൈവം ഷെയ്പ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? ഓരോ സാഹചര്യത്തിൽ കൂടെ ദൈവം ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നാലാമത്തെ പോയിന്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ദ potter assures the clay that he is in control of the wheel. The potter assures the clay that he is in control of the wheel. ഈ വീല് തിരിക്കുന്നത് ക്ലേ അല്ല. ആരാ കറക്കിക്കൊണ്ടിരിക്കുന്നത്? ഈ വീല് തിരിച്ചോണ്ടിരിക്കുന്നത് പോട്ടറാണ്. ആ ക്ലേയുടെ മുകളിൽ പണിതുകൊണ്ടിരിക്കുന്നത് പോട്ടറിൻ്റെ വിരലുകളാണ്, അല്ലേ? ഇങ്ങനെയാണ് ദൈവം സംസാരിച്ചത് ഇരമ്യാവിനോട്. ഇസ്രായേൽ ഗ്രഹമേ, കളിമണ്ണ് കുശവൻ്റെ കയ്യിൽ ഇരിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കയ്യിലിരിക്കുന്നു. നമുക്ക് ചിലപ്പോൾ ഉണ്ടല്ലോ, നമ്മളാണ് നമ്മുടെ ജീവിതത്തിൻ്റെ നിയന്ത്രിക്കുന്നതെന്ന് വിചാരിച്ചാൽ നമ്മൾ പേടിച്ചു പോകും. പക്ഷെ നമ്മൾ മനസ്സിലാക്കട്ടെ, നമ്മളുടെ ജീവിതത്തെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, വീല് കറക്കിക്കൊണ്ടിരിക്കുന്നത്, വിരലുകൾ കൊണ്ട് പണിതുകൊണ്ടിരിക്കുന്നത് ദൈവമാണെന്നുള്ള ഓർമ്മ വേണം. ശിഷ്യന്മാർ പടകിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് തിരമാലയൊക്കെ വന്ന് ആഞ്ഞടിച്ചപ്പോഴത്തേക്ക് അവർ നിലവിളിക്കാൻ തുടങ്ങി, എന്താ നാഥാ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? എന്തുകൊണ്ടായിരിക്കും ആ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള കാരണം എന്നറിയാമോ? ചിലപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കും നമ്മുടെ സ്വന്തം ബുദ്ധിയാണ്, നമ്മുടെ സ്വന്തം ശക്തിയാണ്, നമ്മുടെ കഴിവുകളാണ് നമ്മുടെ ജീവിതം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ദൈവം നമ്മളെ മനസ്സിലാക്കി തരുന്ന ഒരു കാര്യമുണ്ട്. കർത്താവായ യേശു അവരോട് തിരിച്ചു ചോദിച്ച ഒരു കാര്യമുണ്ട്, അല്പവിശ്വാസികളെ, നിങ്ങൾ എന്തിന് ഭയപ്പെട്ടു? നമ്മളോടൊക്കെ നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് ഭയപ്പെട്ടു പോകുമ്പോൾ. നമ്മളാണ് കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ള ഒരു തോന്നൽ വന്നു കഴിയുമ്പോൾ നമ്മൾ ഭയപ്പെട്ടു പോകും, അല്ലേ? പക്ഷേ
ഹൂ ഈസ് ഇൻ കൺട്രോൾ ഓഫ് അവർ ലൈഫ്സ്? നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന ആരാണ്? നമ്മുടെ ഈ വീല് കറക്കിക്കൊണ്ടിരിക്കുന്ന ആര്? നമ്മുടെ ഈ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആരാണെന്നുള്ള ബോധ്യം നമ്മുടെ തലയിൽ വന്നു കഴിയുമ്പം ആ കരങ്ങളെക്കുറിച്ച് നമ്മൾ ഓർക്കണം, അല്ലേ? കുശവന്റെ കയ്യിൽ കളിമണ്ണിരിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കയ്യിലിരിക്കുന്നു. യെശയ്യാവ് 49:16 ഇങ്ങനെയും കൂടെ പറയുന്നുണ്ട്, ഇതാ ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു. കർത്താവ് ഇതൊക്കെ യൂസ് പറയുന്നത് എന്തിനാണെന്നറിയാവോ? ഉള്ളം കയ്യിൽ വെച്ചിരിക്കുന്ന ഒരു കാര്യവുമായിട്ട് നമുക്ക് എന്തോരം അടുപ്പമാവുള്ളതെന്നറിയാമോ? ഈ കുശവന്റെ കയ്യിൽ കളിമണ്ണെന്ന് പറഞ്ഞാൽ എന്തോരം അടുപ്പാന്നുള്ള കാണിച്ചു തരിക. നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ പ്രാർത്ഥിച്ചാൽ, നമ്മൾ നമ്മുടെ സങ്കടം പറയുമ്പം, നമ്മുടെ ആശങ്കകൾ പറയുമ്പം വേണ്ട, നമ്മളൊരു നെടുവീർപ്പിട്ട അറിയുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. നമ്മൾ കർത്താവിൻ്റെ കയ്യിലാണ് വരച്ചിരിക്കുന്നത്. ഈ ഒരു ഉറപ്പുണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യെശയ്യാവ് 41 പറഞ്ഞേക്കുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. എത്ര പ്രാവശ്യം പറഞ്ഞാലും, എത്ര പ്രാവശ്യം ഏറ്റു പറഞ്ഞാലും മതിവരാത്തൊരു വചനം എനിക്കത്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട. ചില സമയത്ത് നമ്മൾ പേടിച്ചു നോക്കുമല്ലേ? ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും. ചില സമയത്ത് നമ്മൾ പേടിച്ചു പോകും. ഈ വീലിങ്ങനെ കറങ്ങി വരുമ്പം ആ ക്ലേക്ക് തല ഇറങ്ങുന്ന പോലെ ഒന്നുണ്ടായിരിക്കാം, മനസ്സിലാകുന്നുണ്ടായിരിക്കാം. പക്ഷെ നമ്മൾ ഓർക്കണം, ഗോഡ് ഈസ് ഇൻ കൺട്രോൾ, അല്ലേ? ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. എപ്പോഴെങ്കിലും നമുക്ക് അങ്ങനെ ഒരു ഭയം വരുമ്പം ഈ പോട്ടർ ക്ലേ ഇമേജ് നമ്മുടെ മനസ്സിലോട്ട് വരണം. ഓ, കുശവൻ ഇങ്ങനെ ആ പാത്രം കഴുകുന്നു അല്ല, കളിമണ്ണേൽ കുശവൻ്റെ കൈ വിടുന്നുണ്ടോ? ഇല്ലല്ലേ? ഇങ്ങനെ നമ്മളെ താങ്ങി പിടിച്ചേക്കുന്ന ആ കർത്താവിൻ്റെ കരം ഓർമ്മ വേണം. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദി കൊടുക്കാം. ഹല്ലേലൂയ. ഓക്കെ, ഇനിയും ഇതൊക്കെ നമുക്ക് വളരെ സന്തോഷം തരുന്ന കാര്യങ്ങളാണ് ഇതുവരെ കണ്ടതല്ലേ? ആ യിരെമ്യാവ് ആദ്യം കണ്ടത്, അവിടെ വന്നു കളിമണ്ണ് കുഴച്ച് കുശവൻ പാത്രം ഉണ്ടാക്കുന്നു, ഡിസൈൻ ചെയ്തു, അല്ലേ? കയ്യിലൊക്കെ വെച്ച് വളരെ സേഫായിട്ട് ആ പാത്രം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നോണ്ടിരുന്ന സമയത്താണ്, നല്ലൊരു ഡിസൈനും രൂപപ്പെട്ടുകൊണ്ടിരുന്ന സമയത്താണ് യിരെമ്യാവ് കണ്ട ആ കാഴ്ച. എന്തായിരുന്നു ആ കാഴ്ച? ആ കുശവൻ്റെ കയ്യിലിരുന്ന് ആ പാത്രം പൊട്ടിപ്പോയി, ഉടഞ്ഞുപോയി. ഓക്കെ, അപ്പം അതൊരു വേദനിപ്പിക്കുന്ന കാഴ്ചയാണ്. ചില സമയത്ത് നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയാണ്, ചിലത് അങ്ങ് പൊട്ടിപ്പോകും. ഇനി എന്ത് ചെയ്യുമെന്നുള്ള അവസ്ഥ, ഒരു പ്രതീക്ഷയില്ലാത്ത പോലത്തെ. പക്ഷേ ഈ കുശവൻ ഒരു നല്ല കുശവനാ. കുശവൻ അതിനെ കളയുന്നില്ല. എന്തുകൊണ്ടാ പൊട്ടിപ്പോയ അത് കാണിച്ചു കൊടുത്തതെന്നറിയാമോ? ദൈവം എന്തിനാ അത് കാണാൻ പറഞ്ഞതെന്നറിയാമോ? ഇസ്രായേൽ ജനം ഇതുപോലെയായിരുന്നു. ദൈവത്തിൻ്റെ കയ്യിൽ അവരെക്കുറിച്ച് ദൈവത്തിനൊരു വലിയ പ്ലാനും ഒരു ഒറിജിനൽ ഡിസൈനും ഉണ്ടായിരുന്നു. ദൈവം ഇങ്ങനെ പണിതുകൊണ്ട് വരികയായിരുന്നു. പണിതുകൊണ്ട് വരുന്ന സമയത്ത് എന്താ സംഭവിച്ചത്? ആ രാഷ്ട്രത്തിന് അവർ ദൈവത്തിൽ നിന്ന് അകന്നു. ദൈവത്തിൽ നിന്ന് അകന്നു എന്ന് എങ്ങനെയാണ് മനസ്സിലാകുന്നത്? ദൈവത്തിൻ്റെ കീഴ്പ്പെട്ട് നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രയോറിറ്റി എന്താണെന്നറിയാമോ? ഞാൻ ദൈവത്തെ എൻ്റെ ജീവിതം കൊണ്ട് മഹത്വപ്പെടുത്തുന്നുണ്ടോ? ഞാൻ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ചാണോ നടത്തുന്നത്? എൻ്റെ ജീവിതം ദൈവത്തിനൊരു പ്രസാദകരമായ യാഗമാണ്? ഇതൊക്കെയാണ് നമ്മുടെ ചോദ്യങ്ങൾ. പക്ഷെ ദൈവത്തിൽ നിന്ന് ഒരാൾ അകന്നു എന്ന് മനസ്സിലാകുന്നത് എങ്ങനെയാണെന്നറിയാമോ? പിന്നെ എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ഞാൻ ചെയ്യാൻ തുടങ്ങും, അല്ലേ? ഏദൻ തോട്ടത്തിലോട്ടൊന്ന് നോക്കിക്കേ. ഏദൻ തോട്ടത്തിൽ നമ്മളുടെ സോക്കോൾഡ് വലിയ പാപങ്ങളൊന്നുമല്ല എന്ന് നമ്മൾ ചിന്തിക്കുന്ന പോലത്തെ കൊലപാതകമോ അതൊന്നും അല്ല നടന്നത്. ഹൗവയ്ക്ക് എന്താ സംഭവിച്ചത്? ആദമിന് എന്താ സംഭവിച്ചത്? ദൈവം അവരോട് ഒരു കാര്യം പറഞ്ഞായിരുന്നു, ഈ വൃക്ഷത്തിൻ്റെ ഫലം നിങ്ങൾ തിന്നരുത്. പക്ഷെ എപ്പോൾ അവർക്ക് തോന്നി, ഓക്കെ ദൈവം അത് പറഞ്ഞു, പക്ഷെ ഞങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന ഞങ്ങൾ ചെയ്യുമെന്ന് അവർ ചിന്തിക്കാൻ തുടങ്ങി, അല്ലേ? ഇസ്രായേൽ ജനത്തിനും അത് സംഭവിച്ചു. അവരുടെ മിസ്റ്റേക്ക് അതായിരുന്നു. അവർ ശക്തിയുള്ളൊരു രാഷ്ട്രമായി കഴിഞ്ഞപ്പോഴത്തേക്ക് സംഭവിച്ചത് ദൈവത്തിൽ നിന്ന് പതിയെ പതിയെ അകലാൻ തുടങ്ങി.
അല്ലേ? അപ്പോൾ പിന്നെ അവരുടെ ജീവിതത്തിലും അതിൻ്റെ റിഫ്ലക്ഷൻസ് ഉണ്ടായി, അല്ലേ? ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കാൻ തുടങ്ങി. രാജ്യത്ത് ഏറ്റവും യഹോവയായ ദൈവത്തെ വിട്ടിട്ടുള്ള മ്ലേച്ഛമായ ആരാധനാ രീതികൾ, അതിൻ്റെ ഇമ്പാക്റ്റ് ആയിട്ടുള്ള ആളുകളെ ഒപ്രഷനും ഇൻജസ്റ്റിസും ആ രാജ്യത്ത് ഒത്തിരി കണ്ണുനീര് വീഴാൻ തുടങ്ങി. അപ്പോൾ ദൈവം തന്നെ അനുവദിക്കുന്നതാണ് ബാബിലോണിയൻ അറ്റാക്ക് എന്ന് പറയുന്നത്. നമ്മൾ വേദപുസ്തകത്തിൽ അങ്ങനെയാണ് കാണുന്നത്. എന്തുകൊണ്ട് ഇത് അനുവദിച്ചു എന്ന് ചോദിച്ചാൽ, ഇനിയും അങ്ങനെ പോയി കഴിഞ്ഞാൽ അവർ അകന്നകന്ന് പോവാം. പക്ഷെ ദൈവത്തിനൊരു പേർപ്പസ് ഉണ്ടായിരുന്നു. അവരെ ഒരു പോയിന്റിൽ വെച്ച് ബ്രേക്ക് ചെയ്യുകയാണ്. നെബൂഖദ്നേസർ എന്ന ചക്രവർത്തി അവിടെ വന്നിട്ട് എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയാം. 3 പ്രാവശ്യമായിട്ടുണ്ടായ ആ യുദ്ധങ്ങളിൽ സംഭവിച്ച അവസാനത്തേതിൽ സംഭവിക്കുന്നത്, യെരുശലേമിൻ്റെ കോട്ടകൾ ഇടിച്ചു തകർത്തു. അങ്ങോട്ട് അകത്തോട്ട് ബാബിലോണിയൻ പട്ടാളക്കാർ ഇരച്ച് കയറിയിട്ട് അന്ന് യെരുശലേം നിവാസികളായിട്ടുള്ള 1/3 ആൾക്കാരെ വെട്ടിക്കൊന്നു, തീയിട്ട് കൊന്നു 1/3 ആൾക്കാരെ. ബാക്കി വരുന്ന ആൾക്കാരെ പ്രവാസികളും അടിമകളുമാക്കി കളഞ്ഞു. യെരുശലേമിലെ ആ നഗരം മുഴുവൻ കുത്തിപ്പൊട്ടിച്ചു. യെരുശലേം ദേവാലയം തകർത്ത് തീയിട്ടു. യെരുശലേം ഒരു ചാരക്കൂമ്പാരമായി മാറി. ചുറ്റുമുള്ള ജാതികൾ നോക്കുമ്പോൾ ദാറ്റ് വാസ് കംപ്ലീറ്റ്ലി ബ്രോക്കൺ. ഒരു കയ്യിലിരുന്ന പാത്രം ഉടഞ്ഞുപോയി. പക്ഷേ ദൈവവുമായിട്ട് ഇത് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അത് കുശവൻ്റെ കഴിവുകേട് കൊണ്ടല്ല ആ കളിമണ്ണ് ഉടഞ്ഞു പോയത്. ഇസ്രായേൽ എന്ന് പറയുന്ന ആ കളിമണ്ണ് പാത്രമാകാതെ ഉടഞ്ഞു പോയതിൻ്റെ കാരണം അവരുടെ സ്റ്റബൺ നേച്ചറായിരുന്നു. അവരെപ്പോൾ ദൈവത്തിൽ നിന്ന് അകലാൻ തുടങ്ങിയോ, അവരവരുടെ വഴികളിൽ പോകാൻ തുടങ്ങിയോ, അവർ പതിയെ പതിയെ പോവുകയായിരുന്നു. ആ പാത്രം ഉടഞ്ഞു പോവുകയായിരുന്നു. ദൈവത്തിൻ്റെ ജനമെന്നറിയപ്പെട്ടവർ കർത്താവിൻ്റെ കരങ്ങളിലിരുന്ന് ഉടഞ്ഞുപോയി. ചിലപ്പോഴൊക്കെ നമ്മളുടെ ജീവിതത്തിൽ ഇതൊക്കെ സംഭവിക്കാം. നമ്മളുടെ റോങ് ചോയ്സസ്, നമ്മളുടെ സെൽഫിഷായിട്ടുള്ള തീരുമാനങ്ങൾ, നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് മുമ്പോട്ട് പോകുമ്പോൾ കുശവൻ്റെ കയ്യിലിരുന്ന് ഉടയുന്ന പോലെ ചില അനുഭവങ്ങൾ ജീവിതത്തിൽ വരാം, അല്ലേ? ഉടഞ്ഞുപോയി ആ പാത്രം. ജനങ്ങൾ മുഴുവൻ കണ്ടു യെരുശലേം ഒരു തീക്കൂമ്പാരമായി, കുറെ ചാരമായി അവശേഷിക്കുന്നത്. പക്ഷെ ദൈവം പിന്നീട് യിരെമ്യാവിനോട് പറയുകയാണ്, പക്ഷേ ഉടഞ്ഞുപോയ ആ പാത്രം പോലെയാണ് നിങ്ങൾ എൻ്റെ കയ്യിലിരിക്കുന്നത്. പക്ഷെ അതിൽ മറ്റൊരു വശം കൂടെയുണ്ട്. കുശവൻ പിന്നെയും യിരെമ്യാവ് ഇങ്ങനെ നോക്കിയിരിക്കുക, ആ കളിമണ്ണ് ഇപ്പം കളയുമായിരിക്കുമെന്ന്. പക്ഷെ ആ കുശവൻ എന്ത് ചെയ്തെന്നറിയാം? കളിമണ്ണ് കളഞ്ഞില്ല, വീണ്ടും തൻ്റെ കയ്യിലോട്ടെടുത്ത് ഇങ്ങനെ അവിടെ പറയുന്നത്, തനിക്ക് ബോധിച്ചതുപോലെ വീണ്ടും, തനിക്ക് ബോധിച്ചതെന്ന് പറഞ്ഞ പോലെ ആദ്യത്തെ ആ ഡിസൈൻ അല്ല, പക്ഷെ വീണ്ടും മറ്റൊരു പാത്രമായിട്ട് ഇതിനെ ഡിസൈൻ ചെയ്യാൻ തുടങ്ങി. ആ കുശവൻ്റെ കയ്യിൽ വീണ്ടും ആ കളിമണ്ണിരുന്ന് ഉടഞ്ഞുപോയ ആ കളിമണ്ണ് വീണ്ടും കറങ്ങാൻ തുടങ്ങിയപ്പോഴത്തേക്ക് വേറെ ഇങ്ങനെ നോക്കി നോക്കി ഇരിക്കുമ്പോഴുണ്ടല്ലോ, ഉടഞ്ഞ പാത്രത്തിന് പകരമായിട്ട് മറ്റൊരു പാത്രം. ആൻഡ് ദാറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ. മറ്റൊരു മനോഹര പാത്രമായിട്ട് ഇത് വരികയാണ്. അതൊരു പ്രോഫസി ആയിരുന്നു. 70 വർഷങ്ങൾക്ക് ശേഷം ഈ ബാബിലോണിയൻ പ്രവാസമൊക്കെ അവസാനിച്ചു കഴിഞ്ഞപ്പോൾ ഒരു പേർഷ്യൻ ചക്രവർത്തി ചരിത്രത്തിലെ ഐവൻസിൽ കൂടെ ദൈവം പ്രവർത്തിച്ചു. തിരിച്ചു പൊയ്ക്കോളാൻ പറഞ്ഞല്ലേ. അവരന്ന് പ്രവാസമൊക്കെ കഴിഞ്ഞ് അന്ന് വിചാരിച്ചു ഇനി ഒരു യെരുശലേം ഉണ്ടാവില്ല, ഇനി യഹൂദന്മാരെന്ന് പറഞ്ഞൊരു ജനത ഉണ്ടാവില്ല, പേർഷ്യക്കാരിലെ ഏതെങ്കിലും രാജ്യങ്ങളിൽ അവർ തീരുമെന്ന് വിചാരിച്ച ജനത വീണ്ടും ഒന്ന് വന്നു, അല്ലേ? വീണ്ടും വന്ന് അവരവിടെ താമസിച്ചു. നമുക്കറിയാം പിന്നീട് 400-500 വർഷം കഴിയുമ്പം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ആ ജനതയുടെ നടുവിൽ ജനിച്ചല്ലേ, അല്ലേ? മനോഹരമായൊരു പാത്രമാക്കി ലോകത്തിന് മുഴുവൻ ഉള്ള വെളിച്ചം നൽകുവാനുള്ള ദൈവത്തിൻ്റെ പുത്രൻ ജനിക്കേണ്ട ഒരു ജനതയായി ദൈവം അവരെ ഉപയോഗിച്ച് നിർത്തി. 5ാമത്തെ പോയിന്റ് ഇതാണ്, ദ പോട്ടർ ഡസ് നോട്ട് ഡിസ്കാർഡ് ഫ്ലോർഡ് ക്ലേ ബട്ട് റീഷേപ്സ് ഇറ്റ് ആസ് ഹി സീസ് ഫിറ്റ്. നമ്മുടെ പോട്ടർ, നമ്മുടെ സ്വർഗീയ കുശവൻ ഉടഞ്ഞുപോയ പാത്രത്തെ തള്ളിക്കളയത്തില്ല, പക്ഷെ തൻ്റെ കൈകളിൽ തന്നെ വെച്ചിട്ട് ആ കളിമണ്ണിനെ, ഒറിജിനൽ ഡിസൈൻ ചിലപ്പോൾ പോയിട്ടുണ്ടാവും, പക്ഷേ ആ കുശവൻ്റെ കയ്യിലായതുകൊണ്ട് അതിലും മനോഹരമായിട്ടുള്ളൊരു പാത്രമായിട്ട് വീണ്ടും ആ വീല് കറങ്ങി കറങ്ങി വന്നപ്പം ജനങ്ങൾ പറഞ്ഞു, ഓ ഇതും മനോഹരമായിരിക്കുന്നു എന്ന്.
ഇനി നമ്മുടെ ജീവിതത്തിലോട്ട് ഒന്ന് നോക്കിക്കേ പ്രിയമുള്ളവരെ. എല്ലാവരുടെയും ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കണമെന്നില്ല, പക്ഷെ ചിലരുടെയെങ്കിലും ജീവിതത്തിൽ അറ്റ് എ സർട്ടൻ പോയിന്റ് എല്ലാം തീർന്നു. എൻ്റെ ഈ ചോയ്സസ് കാരണം, എൻ്റെ ഈ തീരുമാനങ്ങൾ കാരണം ഒടിഞ്ഞു പോയെന്ന് തീരുമാനിച്ച് അവിടെ നമ്മൾ അങ്ങനെ വിചാരിച്ചു, ക്ലേ വിചാരിച്ചു തീർന്നു എന്ന്. പക്ഷേ സിൻസ് വി ആർ ഇൻ ദാറ്റ് പോട്ടേഴ്സ് ഹാൻഡ്സ് അല്ലേ, ആ കുശവൻ്റെ കൈകളിലായതുകൊണ്ട് ആ കുശവൻ തള്ളിക്കളയത്തില്ല. അതിനെ വീണ്ടും എടുത്ത് കറക്കി കറക്കി അതിമനോഹരമായൊരു പാത്രമാക്കി തീർക്കും അല്ലേ. ഇതിലും വലിയൊരു ഉറപ്പ് നമുക്ക് എന്താ വേണ്ട പ്രിയമുള്ളവരെ? നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കുക, നമ്മളെ ഇവിടെ അയച്ചതിന്, നമ്മളിവിടെ ജനിച്ചതിന് നമ്മളുടെ മാതാപിതാക്കൾക്ക് പോലും ഇത്രയും വലിയ ഉദ്ദേശം ഉണ്ടായിട്ടുണ്ടാവില്ല. പക്ഷേ സ്വർഗത്തിലെ ദൈവം അറിഞ്ഞാണ് ഞാനും നിങ്ങൾ ഈ ഭൂമിയിൽ ജനിച്ചത്. നമ്മളുടെ ജീവിതത്തിൽ പല ഇവൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട് അല്ലെ, പല പ്രോസസ്സുകളിൽ കൂടെ കടന്നു പോയിട്ടുണ്ട്. പക്ഷെ അത് നമ്മളെ ഒരു വെസലാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. വി ക്യാൻ ബി അഷ്യൂർഡ്, നമുക്ക് ഷുവറാണ് എന്ത് കാര്യം, നമ്മൾ കുശവൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്, സ്വർഗീയ കുശവൻ്റെ കയ്യിലാണ്. നമ്മുടെ സ്വർഗത്തിലെ പിതാവിൻ്റെ കയ്യിലെ കളിമണ്ണായിട്ട് കയ്യിൽ വരച്ചു വെച്ചിരിക്കുന്നതുകൊണ്ട് ഇവിടെ നമ്മൾ അവസാനം കണ്ടത് എന്താണ്? അത് ചിലപ്പോൾ നമ്മളുടെ അത് റോങ് ചോയ്സസ് എടുക്കുവാൻ ഒരിക്കലും ഒരു ലൈസൻസ് ആക്കുകയല്ല. പക്ഷേ അങ്ങനെ സംഭവിച്ചു പോയാൽ പോലും അതിനെ തള്ളിക്കളയാതെ വീണ്ടും അതിനെ ഒരു മനോഹര പാത്രമാക്കുവാൻ അവൻ വിശ്വസ്തനാണ്. അതുകൊണ്ടാണ് പണ്ട് പാട്ടുകാരൻ ഇങ്ങനെ എഴുതിയത്: തിരുക്കരത്താൽ വഹിച്ചു എന്നെ, തിരുഹിതം പോൽ പണിയണമേ, കുശവൻ കയ്യിൽ കളിമണ്ണ് ഞാൻ, അനുദിനം നീ എന്നെ പണിയണമേ. നമ്മളുടെ പ്രാർത്ഥനകൾ അതായിരിക്കട്ടെ, നമ്മുടെ തിരിച്ചറിവുകൾ അതായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ വിലയുള്ളവരാണ്. ദൈവമാണ് എന്നെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ എന്നെ അറിഞ്ഞ കർത്താവാണ് ഈ ഭൂമിയിൽ എനിക്ക് ജീവിതം തന്നിരിക്കുന്നത്. ആ കുശവൻ്റെ കയ്യിൽ എൻ്റെ ജീവിതം സുരക്ഷിതമാണ്. തെറ്റായ തീരുമാനങ്ങളിലേക്കും ഉടഞ്ഞു പോകാതിരിക്കാനും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഇനി അഥവാ അങ്ങനെ സംഭവിക്കുമ്പോൾ പോലും ആ കുശവൻ എന്നെ റീഷേപ്പ് ചെയ്ത് കൊണ്ടുവരുമെന്നുള്ളൊരു വിശ്വാസം നമുക്ക് ആശ്വാസവും ഉറപ്പും നൽകട്ടെ.